ദേ, ഇതെന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ വീട്ടുപറമ്പിലും വഴിയോരങ്ങളിലും സ്ഥിരമായി കാണുന്ന ഒരു ചെടിയാണിത്. ഒരു വെറും കാട്ടുചെടിയാണെന്ന് കരുതി പലപ്പോഴും നമ്മളിത് വെട്ടി ദൂരെ എറിയാറാണ് പതിവ്, അല്ലേ? എന്നാൽ പണ്ടുള്ളവർ ഇതിനെ ഒരു സാധാരണ ചെടിയായല്ല, മറിച്ച് പരമ്പരാഗത നാട്ടുചികിത്സയിലെ ഒരു പ്രധാന മൂലികയായിട്ടാണ് കണ്ടിരുന്നത്. പേര് കേട്ടിട്ടുണ്ടാകും, കല്ലുരുക്കി. വൃക്കയിലെ കല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും മൂത്രാശയ തടസ്സങ്ങൾക്കും പ്രമേഹ നിയന്ത്രണത്തിലുമൊക്കെ സഹായ ഔഷധമായി പഴമക്കാർ ഈ ചെടിയെ ആശ്രയിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ കല്ലുരുക്കി എന്ന സസ്യത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഈ ചെടിയെ ശാസ്ത്രീയമായി പരിചയപ്പെടാം. ഇതിന്റെ ശാസ്ത്രീയ നാമം സ്കോപാരിയ ഡൽസിസ് എന്നാണ്. തമിഴ്നാട്ടിൽ കൽപ്പരുപ്പി എന്നും ഹിന്ദിയിൽ മിഠി ബൂട്ടി എന്നുമാണ് പ്രാദേശിക നാമങ്ങൾ. കേരളത്തിലെ നാട്ടുവൈദ്യത്തിലും പിൽക്കാല ആയുർവേദ നിഘണ്ടുക്കളിലും കല്ലുരുക്കിയെ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതായി പരാമർശങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂത്രസംബന്ധമായ അസ്വസ്ഥതകളാണ്. മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വഭാവമുണ്ടാകാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ മൂത്രം തടസ്സമില്ലാതെ പോകാനും മൂത്രത്തിലെ പുകച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഈ ചെടി കഷായമായി തയ്യാറാക്കി ഉപയോഗിച്ചിരുന്ന പതിവ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് നാട്ടുവൈദ്യത്തിൽ പറയപ്പെടുന്നു. പ്രമേഹവുമായി ബന്ധപ്പെട്ട് കല്ലുരുക്കിയെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ചില പ്രാഥമിക പഠനങ്ങളിൽ ഇതിലെ ചില പ്രകൃതിദത്ത ഘടകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായകമായേക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലുമുള്ള നാട്ടുവൈദ്യത്തിൽ കല്ലുരുക്കിയെ പ്രമേഹത്തിന് സഹായകമായ ഒരു ഔഷധസസ്യമായി ഉപയോഗിച്ചിരുന്ന പതിവുണ്ട്. കേരളത്തിലെ നാട്ടുവൈദ്യത്തിലും പിൽക്കാല ആയുർവേദ നിഘണ്ടുക്കളിലും കല്ലുരുക്കിയെ ശീതവീര്യമുള്ള ഔഷധസസ്യമായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ വേനൽക്കാലത്ത് ശരീരത്തിൽ അമിത ചൂട് അനുഭവപ്പെടുമ്പോഴും മൂത്രത്തിലെ പുകച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും ഇതിന്റെ ഇലയുടെ നീര് കഞ്ഞിവെള്ളത്തിലോ മറ്റ് അനുയോജ്യമായ ദ്രാവകങ്ങളിലോ ചേർത്ത് ഉപയോഗിച്ചിരുന്ന പതിവ് ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ചെറിയ പോറലുകളോ മുറിവുകളോ വന്നാൽ കല്ലുരുക്കിയുടെ ഇല അരച്ചു പുരട്ടുന്ന പതിവ് പണ്ടുള്ളവർക്കുണ്ടായിരുന്നു. ചൊറി, ചിറങ്ങ് പോലുള്ള ചെറിയ ചർമ്മ പ്രശ്നങ്ങളിലും ഇതേ രീതിയാണ് ചില നാട്ടുവൈദ്യന്മാർ സ്വീകരിച്ചിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കല്ലുരുക്കി പരമ്പരാഗത ചികിത്സാരീതികളുടെ ഭാഗമായിരുന്നു. ബ്രസീലും പെറുവും ഉൾപ്പെടുന്ന ആമസോൺ മേഖലയിലെ ചില ഗോത്രവർഗ സമൂഹങ്ങൾ പനി, ചുമ തുടങ്ങിയ അസ്വസ്ഥതകളിൽ ഇതിന്റെ ഇലയും തണ്ടും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയം ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. നൈജീരിയ ഉൾപ്പെടെയുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെറിയ മുറിവുകൾക്കും ചില ചർമ്മ പ്രശ്നങ്ങൾക്കും കല്ലുരുക്കി പുറമേ ഉപയോഗിക്കുന്ന പതിവ് കാണാം. അതുപോലെ പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില നാട്ടുചികിത്സാ രീതികളിൽ പ്രമേഹത്തിന് സഹായകമായ ഒരു ഔഷധസസ്യമായും ഇതിനെ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പണ്ടുമുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലോ കല്ലുരുക്കിയുടെ ഔഷധഗുണങ്ങൾ. എന്നാൽ ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ ചില കാര്യങ്ങൾ കാണാം. അടുത്ത കാലത്തായി ശാസ്ത്രജ്ഞന്മാരും ഈ ചെടിയെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിലെ രാസഘടകങ്ങളെക്കുറിച്ചും ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും ഗവേഷണം നടന്നത്. ഇതുവരെ പുറത്തുവന്ന പഠനങ്ങൾ അനുസരിച്ച് കല്ലുരുക്കിക്ക് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിലെ കേടുപാടുകൾ തീർക്കാനും വീക്കങ്ങൾ കുറയ്ക്കാനും അണുബാധകളെ ചെറുക്കാനും ഈ ചെടിക്ക് കഴിയുമെന്ന് സാരം. പ്രമേഹം നിയന്ത്രിക്കുന്നതിലും വൃക്കയുടെയും കരളിന്റെയും സംരക്ഷണത്തിലും മുറിവുകൾ വേഗത്തിൽ ഉണക്കുന്നതിലുമൊക്കെ ഈ ചെടി എത്രത്തോളം ഫലപ്രദമാണെന്ന് ഗവേഷകർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. നമ്മൾ പറമ്പിൽ കണ്ടാൽ വെറുതെ പിഴുതുകളയുന്ന ഈ കല്ലുരുക്കി ചില ഓൺലൈൻ സൈറ്റുകളിൽ ഒരു തൈക്ക് 500 രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞത് ഈ സസ്യത്തിന്റെ ഗുണങ്ങളിൽ ചിലത് മാത്രമാണ്. ഈ സസ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ആധുനിക ഗവേഷണങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പരമ്പരാഗത ഔഷധ പ്രയോഗങ്ങൾ, വീട്ടിൽ ചെയ്യാവുന്ന ചില ലളിതമായ ഉപയോഗരീതികൾ എന്നിവയെല്ലാം ഞാൻ എൻ്റെ ബ്ലോഗിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്.
വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ ആ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. താഴെ ലിങ്ക് എന്ന് ഒരു കമന്റ് ചെയ്താൽ മതി. കഴിയുന്നത്ര വേഗം ഞാൻ നേരിട്ട് വന്ന് ലിങ്ക് നൽകുന്നതായിരിക്കും.